ഹലോ ഗൈസ്, ഇത് നമ്മുടെ മൈസൂർ ട്രിപ്പിൻ്റെ പാർട്ട് 3 ആണ്. നമ്മൾ മോർണിംഗ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉടുപ്പി ഗാർഡൻ വെജ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ മൈസൂർ മസാല ദോശയും പിന്നെ ബട്ടർ മസാല ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു സാധനം മാറിപ്പോയി, സേഷ്വാൻ മസാല ദോശയാണ് തോന്നുന്നത്. അത് മൈസൂർ മസാല ദോശ അത് കുഴപ്പമുണ്ടായിരുന്നില്ല, നോർമൽ തന്നെയായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ അറിയാണ്ട് നമുക്ക് കിട്ടിയ സാധനമാണ് സേഷ്വാൻ. അത് സൂപ്പറായിരുന്നു കേട്ടോ. ഇത് ഒരു ആവറേജ് പോലെയായിരുന്നു. പക്ഷെ അതുണ്ടല്ലോ, നിറയെ ക്യാപ്സിക്കവും കുറേ തക്കാളിയും ഓണിയനും ഒക്കെ ഇട്ടിട്ട് പിന്നെ ടൊമാറ്റോ സോസൊക്കെ ആഡ് ചെയ്തിട്ടാണ് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ സാധനം. അതിൻ്റെ ഫോട്ടോസൊന്നും എടുക്കാനും പറ്റില്ല. നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് അത് വേഗം കഴിച്ചും കഴിഞ്ഞു. പിന്നെയാണ് ഓർത്തത് വീഡിയോ എടുക്കണമായിരുന്നു എന്ന്. പിന്നെ നമ്മൾ എയർബിഎൻബിയിലാണ് വീട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല അതിൻ്റെ ഔട്ട് സൈഡാണ്, വ്യൂ ആണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് ഫാമിലിയോടുകൂടിയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടുകൂടി പോകുമ്പോൾ ഹോട്ടലിനേക്കാളും നല്ലത് നമുക്ക് എയർബിഎൻബി തന്നെയാണ്. നമുക്ക് കുക്ക് ചെയ്യാനും വാഷ് ചെയ്യാനും എല്ലാത്തിനും സൗകര്യമാണ്. പിന്നെ ചെറിയൊരു ഹോം ടൂർ പോലെ എടുക്കാം നമുക്ക്. ഇതാണ് നമ്മൾ താമസിച്ച വീട്. അവിടെ വേറെയും ഗസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓണറും ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അവർ അപ്സ്റ്റേഴ്സിലാണ് താമസിക്കുന്നത്. നമ്മൾ താഴത്തുള്ള റൂംസൊക്കെ ഇങ്ങനെ എയർബിഎൻബിയിൽ ഇട്ടിരിക്കുകയാണ്. ഈ വീടിൻ്റെ ഓണർ ഇൻറ്റീരിയർ ഡിസൈനറാണ്. അപ്പോൾ കുറേ വർക്ക്സൊക്കെ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ വർക്ക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ. നമ്മളെ ഹോസ്റ്റ് ചെയ്ത ആൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മളോട് നല്ല സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളും അവരോട് കുറേ സംസാരിച്ചു. എല്ലാത്തിനും കൂടെ വന്ന് നിൽക്കുമായിരുന്നു. എല്ലാം എടുത്ത് തരാനും വയ്ക്കാനും എല്ലാത്തിനും നമ്മളെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു അവർ. ഇതാണ് നമ്മുടെ ബെഡ്റൂം. നമ്മൾ മോർണിംഗ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. നല്ല വലിയ ബെഡ്റൂമാണ്. ബെഡും വലിയ കിങ് സൈസ് ബെഡൊക്കെ ആയിരുന്നു. ഋതിക്കുട്ടിക്ക് ഞാൻ പറഞ്ഞല്ലോ, ആൾക്ക് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേറെ എവിടെയും പോകാനൊന്നും പ്ലാൻ ഇല്ല. നമ്മൾ തിരിച്ചിന്ന് വീട്ടിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് ബാത്റൂമാണ്, അറ്റാച്ച്ഡ് അല്ല, പുറത്താണ്. നമുക്ക് വേണ്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ബാത്റൂമാണത്. പിന്നെ ഞാൻ മോർണിംഗ് എണീറ്റ് വാവയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകണമല്ലോ. അപ്പോൾ വഴിയിൽ എന്തെങ്കിലും സ്നാക്സ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മസ്ക് മെലൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് ബോക്സിലാക്കിയില്ല, നമുക്ക് പോകുന്ന വഴിക്ക് വാവയ്ക്ക് കൊടുക്കാം. പിന്നെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലൊക്കെ എടുത്ത് വെച്ചിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാൻ നിൽക്കണം മൈസൂരിനെ. ഇത് ആ കാറിൻ്റെ ബാഗിൽ കണ്ട മൈസൂർ എന്ന് പറഞ്ഞിട്ട് ഒരു കിങ്ങിൻ്റെ ഒരു പിക്ചറാണ്. അത് മിക്കവാറും എല്ലാ വണ്ടിയിലും ഇതുപോലൊരു പിക്ചർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവിടുത്തെ രാജാവിൻ്റെ ഫോട്ടോ ആണ് തോന്നുന്നു. പിന്നെ ഗുരു സ്വീറ്റ്സ് എന്ന് പറയുന്നത് മൈസൂരിലെ ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്. മൈസൂരിൽ എന്താ ഫേമസ്? മൈസൂർ പാക്ക്. ആ മൈസൂർ പാക്ക് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഇവരുടെ ഫാമിലിയാണ്. അപ്പോൾ അവരാണ് ആ കട ഇട്ടിട്ടുള്ളത്. ഇവരാണ് മൈസൂർ രാജാവിന് മൈസൂർ പാക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ക്യൂ നിൽക്കണം, നല്ല തിരക്കാണ്. കുറേ ആളുകളുണ്ടാകും. മൈസൂരിലേക്ക് വരുന്നവരൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം നമ്മൾ കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ട് നമ്മളൊരു 2-3 ടൈപ്പ് സ്വീറ്റ്സൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. അതിൻ്റെ കൂടെ മൈസൂർ പാക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മൈസൂർ പാക്ക് തന്നെയാണ്, പക്ഷെ അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് വേറെ ഫ്ലേവറൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നത്. ഇതിനടുത്ത് തന്നെ ഒരു ഫ്രൂട്ട് മാർക്കറ്റും ഉണ്ടായിരുന്നു. ഇതൊക്കെ മൈസൂർ പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അത്യാവശ്യം വലിയൊരു മാർക്കറ്റ് തന്നെയാണിത്. കുറേ ഫ്രൂട്ട്സൊക്കെ അവിടെ നിന്ന് ഉണ്ടാവും. കുറേ ആളുകളും ഉണ്ട്. നല്ല തിരക്കും ഉണ്ടായിരുന്നു. നമ്മൾ മൈസൂർ ടൗണിൽ എവിടെ നോക്കിയാലും നല്ല തിരക്കാണ്. ടൂറിസ്റ്റിൻ്റെയും അവിടുത്തെ ആളുകളുടെയും കുറേ തിരക്കുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ട്രാഫിക് ഒന്നുമില്ല കേട്ടോ. എവിടെയും തിരക്കൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയത് മൈസൂരിൽ ഫേമസ് ആയിട്ടുള്ള വേറൊരു ഫുഡ് സ്പോട്ടിലേക്കാണ്. മൈലാരി ദോശ എന്ന് പറയും. കുറേ വർഷങ്ങൾ പഴക്കമുള്ളൊരു കടയാണിത്. അവിടുത്തെ മൈലാരി ദോശ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ദോശയാണ്. നല്ല സോഫ്റ്റ് ദോശയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ബട്ടറും ചട്നിയുമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മസാല പോലെ ഉണ്ടായിരുന്നു. മസാല ദോശൻ്റെ മസാലയല്ല, പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള അധികം ഫ്ലേവേഴ്സൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഒരു മസാലയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ ദോശയൊക്കെ കഴിച്ച് ശീലിച്ച് നമുക്ക് ഇതൊക്കെ പോയി കഴിക്കുമ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവർ കൊടുക്കുന്ന ഹൈപ്പിനുള്ള അത്രയും ടേസ്റ്റൊന്നും ആ ദോശയ്ക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റാണ്. നമുക്ക് പപ്സിൻ്റെയൊക്കെ ആ ഒരു ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ സോഫ്റ്റ്നെസ് ഉണ്ടാവുമല്ലോ, ആ ഒരു സോഫ്റ്റ്നെസ് ഫസ്റ്റ് കഴിക്കുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ
2-3 വായ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്കതൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ അത് ആ ദോശ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടാകും, അതുകൊണ്ടാണല്ലോ ഇത്രയും നല്ല ഫേമസ് ആയിട്ടുള്ളത്. ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ അവിടെ വന്ന് കഴിക്കാറുണ്ട്. പക്ഷേ എനിക്കത് നല്ലതായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും പോകുന്നവർക്ക് ഒരു തവണയൊക്കെ വേണമെങ്കിൽ കഴിച്ച് നോക്കാം, 2 തവണ വാങ്ങിക്കാനുള്ളതൊന്നും ഇല്ല. പിന്നെ ഒരു ദോശയ്ക്കൊക്കെ നല്ല റേറ്റും ഉണ്ടായിരുന്നു. ആ റേറ്റിനുള്ള ദോശയൊന്നും അതിലില്ല. പിന്നെ ഇതേ 99 രൂപയുള്ള അവിടെ പെട്രോളിന് വില. നമ്മളതൊക്കെ ഫോട്ടോ എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഋതിക്കുട്ടിക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ കാർ സീറ്റ് യൂസ് ചെയ്തില്ല. അവൾക്കൊരു ബെഡ് പോലെ നമ്മൾ അവിടെ നിന്ന് പുതപ്പൊക്കെ വാങ്ങിച്ച് തലേണിയും വാങ്ങിച്ച് ബെഡ് പോലെ സെറ്റ് ചെയ്തിട്ടായിരുന്നു അവളെ കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കളിക്കാനോ കിടക്കാനോ ഉറങ്ങാനൊക്കെ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഋതിക്കുട്ടി ഉറക്കത്തിൻ്റെയും പനിൻ്റെയും മരുന്നിൻ്റെയും ഫുഡ് കഴിച്ചതിൻ്റെയും ഒക്കെ ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിയ ആൾ. പിന്നെ നമ്മൾ ബെഡിൽ തന്നെ കിടത്തി നല്ല സുഖമായി അവൾ ഉറങ്ങി, കുറേ നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാക്സിമം കുറേ ദൂരം പോയതും കാട് അല്ലെങ്കിൽ ഉൾഗ്രാമങ്ങളിൽ കൂടെയാണ്, സിറ്റി കൂടെയോ അധികം ആൾ താമസമുള്ള ഏരിയ കൂടെയൊന്നും ആയിരുന്നില്ല പോയിട്ടുണ്ടായിരുന്നത്. ഫുൾ കടക്കയായിരുന്നു. അപ്പം നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള നമ്മുടെ യാത്രയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നല്ലൊരു വ്യൂ പോയിൻ്റ് കിട്ടി. അപ്പോൾ എന്തായാലും നമ്മൾ വേറെ എവിടെയും പോകുന്നില്ലല്ലോ, അപ്പോൾ വാവയ്ക്കും കുറച്ച് ഒരു പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുമ്പോൾ നല്ല ടയേർഡൊക്കെ മാറുമല്ലോ. അതുകൊണ്ട് നമ്മൾ വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ വ്യൂ പോയിൻറ്റിൽ നിർത്തി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് വാവയ്ക്ക് മുഖമൊക്കെ കഴുകി കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു സർപ്രൈസായിട്ട് സുജിൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ശ്രീഹരിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മളിങ്ങനെ കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവൻ്റെ കാറ് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആളെ കണ്ടപ്പോൾ നമ്മളെ എക്സൈറ്റഡായി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മറന്നുപോയി. പിന്നെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങി. എന്നിട്ട് അവിടെ ഒരു മോരൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് മോര് കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയതായിരുന്നു. പക്ഷെ അവർ മോരും അതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ തന്നു, കമ്പ് കൂള് അങ്ങനെയാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു കൂള് തന്നിട്ടുണ്ടായിരുന്നു. അത് അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല. മേ ബി നമ്മൾ യൂസ്ഡ് അല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ മോര് നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഒരു മുളക് വറുത്ത പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു, പച്ചമുളകിനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല എരിവും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു. നമ്മളിവിടെ വീട്ടിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്, മുളകിനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കും, എണ്ണയിലും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കും. പക്ഷെ അവർ എണ്ണയിലിട്ടിട്ട് വറുത്തെടുത്തിരിക്കുകയായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല എരിവുമായിരുന്നു, നമുക്ക് മോരിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. ഇത് ഈ പ്ലേറ്റിൽ വെച്ചിരിക്കണം ഞാൻ പറഞ്ഞ സാധനം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വറ്റലും മുളക് വറുത്തതും അങ്ങനെ കുറേ കോമ്പിനേഷനിലൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ തമിഴ്നാടാണ് മോരൊക്കെ കൂടുതലും കണ്ടിട്ടുള്ളത്. ഇതുപോലെ പാത്രത്തിലൊക്കെ ആക്കി വെക്കും. അങ്ങനെ കാണുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റേ സാധനം കൂള് കഴിച്ചില്ലെങ്കിലും മോരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, നല്ലതായിരിക്കും. നമ്മൾ ചൂടത്തൊക്കെ പോകുമ്പോൾ മോരും അതിൻ്റെ കൂടെ കിട്ടണ ഈ മുളകൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മൾ വീണ്ടും ഒരു പാത്രം കൂടെ വാങ്ങിച്ച് കഴിക്കും. ഇതാണ് ഞങ്ങൾ കയറിയ കട. 2 അടുത്തടുത്ത കടയുണ്ടായിരുന്നു. ഈ കടയിലാണ് കയറിയത്. ഇതൊരു ഫുഡ് വ്ളോഗൊന്നുമല്ല, എന്നാലും നമ്മൾ പോണ വഴിക്ക് വേറൊന്നും എടുത്തില്ല. നമ്മൾ കുറേ സ്പോട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ പോകുമ്പോൾ ഒരു ഡാം കണ്ടിട്ടില്ലേ, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഭവാനി സാഗർ ഡാം ബന്നാരി അമ്പലത്തിൻ്റെ അടുത്തുള്ള ഡാമാണ്, ഈറോഡ് ഡിസ്ട്രിക്റ്റിലാണുള്ളത്. അതിനോട് തന്നെ ചേർന്ന് ഡാം മീനിനെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടൊക്കെ കൊടുക്കുന്ന കടകളുണ്ടായിരുന്നു, കുറേ കടകളുണ്ടായിരുന്നു, അടുപ്പിച്ചടുപ്പിച്ച് കുറേ കടകളായിരുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കടകൾ. അപ്പോൾ നമ്മൾ 2 പീസ് മീൻ വാങ്ങിച്ച് അവിടെ നിന്ന് കഴിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കടയിലോട്ടൊന്നും പോയി നിന്നില്ല, നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്ന് കഴിച്ചു. ഋതിക്കുട്ടിക്ക് മീൻ നല്ല ഇഷ്ടമാണ്, അവൾക്ക് ചിക്കൻ വേറെ എല്ലാത്തിനേക്കാളും മീനാണ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. അപ്പോൾ നമ്മൾ അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തിരി കളറ് നല്ല കൂടുതലായിരുന്നു. എനിക്ക് കുട്ടിക്ക് കൊടുക്കാൻ അതിൻ്റെ പുറം ഭാഗത്തൊക്കെ നല്ല കളറായിരുന്നു. അപ്പോൾ അകത്തുനിന്ന് കുറച്ച് പീസൊക്കെ എടുത്തിട്ടായിരുന്നു ഋതിക്കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വിശന്ന് വരുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും ചൂടോടെയൊക്കെ കിട്ടുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞങ്ങൾ പോയത് നൈറ്റായി. നമ്മൾ കുറേ ദൂരം ട്രാവലൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ മെല്ലെ ആയിരുന്നു ട്രാവൽ ചെയ്ത്. അപ്പോൾ നേരം വൈകി 9 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയതായിരുന്നു.
അവിടെ നിന്ന് ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി. അത് കടയിൽ നിന്ന് ഒരു സാധനവും എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ആള്. വേറൊരു സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കളിക്കുന്ന സാധനം. എന്തമ്മ കഴിച്ച്? ജെമ്മ് കഴിച്ചാ? ജെംസ് കഴിച്ചു എന്നാ പറയുന്നത്. ഇതോടെ നമ്മുടെ മൈസൂർ സീരീസ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. 2 കഴിച്ചു. ഗുഡ് ഗേൾ.